ഹായ് ഹലോ! നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുഭാഷ് ചേട്ടൻ ശോകഗാനൊക്കെ മൊബൈലിൽ പ്ലേ ചെയ്തിട്ട് കല്യാണക്കാരി ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. സുധീഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരിങ്ങോട്ട് വന്നതാണ് ഈ കല്യാണക്കാരി ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചിട്ട് എത്രയായിട്ടോ അങ്ങേർക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെയെന്ന്. അപ്പോൾ അത് നമ്മളെ നിധിയാണെങ്കിൽ ഈ ശോകഗാനൊക്കെ കേട്ടിട്ട് അടുക്കളയിൽ പോയി നോക്കുന്നുണ്ട്. ഇതെന്താ കേട്ട പാട്ട് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പ്ലേ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ പാട്ട് തന്നെ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത്, അത്രയ്ക്ക് ഇഷ്ടമായോ ഈ പാട്ട് എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ എന്തോ ഇതിൽ ആലോചിച്ച് നിന്നപ്പോൾ പാട്ട് ശ്രദ്ധിച്ചില്ല, അപ്പോൾ വീണ്ടും കേൾക്കാമെന്ന് വെച്ച് പ്ലേ ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നു, എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ചേട്ടൻ മറ്റേ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ പെൺകുട്ടി അന്ന് പറഞ്ഞ കാര്യങ്ങളും വീട് വേറെ മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞത് ആലോചിക്കുകയാണ്. അപ്പം നിധിയുടെ അടുത്തും അത് പറയുന്നുണ്ട്. ആ പെൺകുട്ടിയെ ഞാൻ 3 മാസം മുൻപ് പെണ്ണ് കാണാൻ വേണ്ടി പോയതാണല്ലോ, അപ്പോൾ അവരിത് നടക്കില്ല എന്നാണല്ലോ പറഞ്ഞത്. അവർക്ക് എന്തായാലും കൂട്ടുകുടുംബത്തിൽ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞൊരു ടീമാണ്. പിന്നെ പെട്ടെന്നൊരു മാറ്റം അവർക്ക് എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മോളെ. അതെന്താ അവരങ്ങനെ പറഞ്ഞത്? ഇനി ചിലപ്പോൾ മോള് വന്നതിന് ശേഷമാണല്ലോ അവർ ഓക്കെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു പെൺകുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണോ? അങ്ങനെ ആയാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ തന്നെ സുഭാഷ് ചേട്ടനെ സമാധാനിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ആയിരിക്കും, അല്ലാതെ ഇത് ഇങ്ങനെ ഓക്കെ വരാൻ വഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ തന്നെ ചോദിക്കുമ്പോൾ, നിങ്ങളെ അനിയന്മാരല്ലേ നിങ്ങളോട് ഇത് പറഞ്ഞു, അവരെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓ, എനിക്ക് അവരെ അല്ലാതെ പിന്നെ ആരെയാണ് വിശ്വാസം, എനിക്ക് അവരെ വിശ്വാസമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ സുഭാഷ് ചേട്ടൻ കൂടുതൽ ഈ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത്, എല്ലാം നല്ല രീതിയിൽ നടക്കും, കല്യാണത്തിനെ കുറിച്ച് എന്തിനാ കൂടുതൽ ആലോചിക്കുന്നത്, അതൊക്കെ നല്ല സന്തോഷപ്പെട്ട കാര്യമില്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ഡള്ളായിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധി പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയും കൂടിയല്ലേ ഇത്. സുഭാഷ് ചേട്ടന് സത്യം അറിയില്ലല്ലോ, നമ്മളിങ്ങനെ ഒരു കണ്ടീഷൻ അവർ വെച്ചിട്ടുണ്ടെന്നും അത് നമ്മളായിട്ടാണ് അക്സെപ്റ്റ് ചെയ്തതെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ, സുഭാഷ് ചേട്ടനോട് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് നിധിക്കും വലിയ ടെൻഷനൊക്കെ ഉണ്ട്. നിധി ചിന്തിക്കുന്നുണ്ട്, അവസാനം എല്ലാം അറിയുമ്പോൾ ഞാനും കൂടി ഇതിന് കൂട്ടുനിന്ന് ഞാനും കൂടി സുഭാഷ് ചേട്ടനെ പറ്റിച്ചു എന്നൊക്കെ വിചാരിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് നിധിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നികേഷ് ആണെങ്കിൽ കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ വീട്ടിൽ നിന്ന് പോകുന്നതും പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ എന്താവും എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു ഹാങ് ഓവർ നികേഷിന് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. സുഭാഷ് ചേട്ടനാണെങ്കിൽ അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ നികേഷ് 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നിനക്ക് എന്തോ ഒരു ഡൾനെസ് ഒക്കെ, നിനക്ക് എന്താ പറ്റിയത്, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ എനിക്കൊന്നുമില്ല, എന്ത് സുഭാഷ് ചേട്ടനെ വെറുതെ തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നികേഷ് ഇങ്ങനെ തള്ളി മാറ്റുന്നൊക്കെ ഉണ്ട്. പക്ഷേ സുഭാഷ് ചേട്ടൻ എന്തായാലും അവൻ്റെ മുഖം ഒന്ന് വാടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മനസ്സിലാവുന്നതാണല്ലോ. സുഭാഷ് ചേട്ടൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും വയ്യായുണ്ടോ, ഹോസ്പിറ്റലിൽ പോകണം, എന്താ നീ പറയ് സുധീഷേ, നികേഷിന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ സുധീഷ് അങ്ങ് പറയുന്നുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല ഏട്ടാ, വെറുതെ തോന്നിയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നികേഷ് ആണെങ്കിലും അത് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പം ഇന്ന് രാവിലെ കഴിക്കാൻ എന്താ, ഇടിയപ്പം വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ സുഭാഷ് ചേട്ടന് ഇഷ്ടമുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടൻ ആകെ എന്തോ പോലെ ആയിട്ടോ, എന്നും ഇടിയപ്പമായ അത്രയും സന്തോഷം എന്ന് വിചാരിക്കുന്ന ഒരാളല്ലേ നീ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, അതുകൊണ്ടൊന്നല്ല സുഭാഷ് ചേട്ടൻ, എന്നാൽ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നികേഷ് വേണ്ട, എനിക്കൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നതിന് മുമ്പേ നീ വേണ്ടാന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നികേഷ് പറയാണ്, അതുകൊണ്ടൊന്നുമല്ല ഏട്ടാ, ഞാനിപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ നിധിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ അത് ആ കവിതയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, സുഭാഷ് ചേട്ടനുമായിട്ട് ഉറപ്പിച്ച് വെച്ച ആ പെൺകുട്ടി. അപ്പോൾ അവൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ സുഭാഷ് ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, സുഭാഷ് ചേട്ടൻ എടുത്തില്ല, സുഭാഷ് ചേട്ടൻ ഇന്ന് അവിടെ ഇല്ലേ, ലീവാണെന്ന് വെച്ചിട്ടാണ് ഇന്ന് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധി വന്നിട്ട് സുഭാഷ് ചേട്ടന് ഫോണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടനോട് കവിതയാണെന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ എന്ത് പറയാനാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ സുധീഷാണെങ്കിലും ഹരീഷാണെങ്കിലും നികേഷാണെങ്കിലും ഒക്കെ നിർബന്ധിക്കാണ്ട് ഏട്ടൻ പോയി സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഏട്ടൻ തനിയെ പോയി സംസാരിക്കുക, ആ കുട്ടി വിളിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സുഭാഷ് ചേട്ടനും അതുപോലെ തന്നെ കവിതയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കവിത ഇങ്ങനെ 3 മാസം മുൻപ് പെണ്ണ് കാണാൻ പോയ ആ കൂടിക്കാഴ്ച ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി എത്ര വർഷം കഴിഞ്ഞാലും, നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ആ പരിപ്പുവട ഉണ്ടാക്കി തന്നത് ഓർത്തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ സുഭാഷ് ചേട്ടന് വലിയ സന്തോഷമായിട്ടോ. കാരണം സുഭാഷ് ചേട്ടനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ടോപ്പിക്കൊക്കെ എടുത്തിടുന്നതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചായതുകൊണ്ട് സുഭാഷ് ചേട്ടനും പറയാൻ ഒരുപാടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയും പറയുന്നുണ്ട്, എൻ്റെ
എൻ്റെ വീട്ടുകാർക്കും നിങ്ങളെ ആ ഇന്നസെൻസ് ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇത് ആലോചിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ നമ്മളെ സുധീഷും നികേഷും ഹരീഷും ഒക്കെ വന്നിട്ട് അങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് സുഭാഷ് ഏട്ടൻ വിളിക്കുന്നത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ ചിരിയൊക്കെ കാണുമ്പോൾ അവർക്കും സന്തോഷമായി. ആ ചിരിച്ചും കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹാപ്പി ആണെന്നുള്ള ലെവലിൽ അവരും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാട്ടോ ചെയ്യുന്നത്. എന്തായാലും സുനന്ദ കഴിഞ്ഞാൽ പിന്നീട് സുഭാഷ് ഏട്ടന് കുറച്ചെങ്കിലും ഒരു ഇൻട്രസ്റ്റ് തോന്നിയ ഒരു വിവാഹാലോചന ഈ കവിതയുടേതാണെന്ന് തോന്നുന്നു. അന്ന് സുഭാഷ് ഏട്ടൻ വേണ്ടെന്ന് വെക്കാൻ കാരണം ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടായിരിക്കും. ഇങ്ങനെ ഒരിക്കലും മാറി താമസിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ. അല്ലാതെ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നും അല്ല. ആ പെൺകുട്ടിയെ ഇഷ്ടമാണെന്നുള്ള ലെവലിൽ തന്നെയാണ് കേട്ടോ സുഭാഷ് ഏട്ടൻ ഇവരോടൊക്കെ സംസാരിച്ചത്. അതുകൊണ്ട് ഈ കല്യാണക്കാര്യം റെഡിയാവുമെന്ന് തോന്നുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവർ രഹസ്യമായിട്ട് ഈ ഒരു കണ്ടീഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് വിചാരിക്കണേ. പിന്നെ നിധിയോട് സുഭാഷ് ഏട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞാൽ എങ്ങാനും അവർ വേറെ താമസിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ഒരിക്കലും അതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിധിക്കാണെങ്കിൽ ആ ഒരു ടെൻഷനുണ്ട്, സുഭാഷ് ഏട്ടനും ഇനി അതിന് സമ്മതിക്കാതിരിക്കുകയോ ഇല്ല എന്നൊക്കെ. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. നിതീഷ് ആണെങ്കിൽ ഇന്ന് വർക്കിന് പോയപ്പോൾ പുതിയൊരാളുമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ട്രാവൽസിൽ ഏൽപ്പിച്ച ആളിന്ന് ലീവായതുകൊണ്ട് എനിക്ക് സുധീഷിനെ വിളിക്കേണ്ടി വന്നതാണ്. പക്ഷേ സുധീഷാണ് വരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മുൻപരിചയം ഉള്ള മാതിരി സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സുധീഷിനോട് അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സുധീഷ് അങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം സുധീഷ് ലീവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് അവൻ്റെ കല്യാണം പറയുന്നുണ്ട്. അപ്പോൾ ആ മേഡം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ, നിൻ്റെ കല്യാണമോ, അപ്പം ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ പറയുമ്പോൾ, ഓ അത് പെട്ടെന്ന് ഉണ്ടായതാണ്. ഓ ഇവിടുന്ന കുട്ടീന്ന് ചോദിക്കുമ്പോൾ തക്കലേക്ക് എടുത്താന്ന് പറയുമ്പോൾ ഇത്രയും ദൂരത്തുനിന്നോ, അപ്പോൾ അത് ലവ് മാരേജ് ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഏകദേശം അതുപോലെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണ് കല്യാണം കഴിച്ചതെന്നും അതുപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ആ മേഡം ഞാൻ യൂണിവേഴ്സിറ്റിക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിധിയുടെ കാര്യം നമ്മളെ സുധീഷിന് ഓർമ്മ വരികയാണ്. യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടിട്ടാണല്ലോ അവളുടെ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത്. അപ്പോൾ ഇഎംഐക്ക് സഹായിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അച്ഛൻ അവളുടെ സർട്ടിഫിക്കറ്റ് കത്തിച്ചതും അവൾക്ക് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് റീഅപ്ലൈ ചെയ്തപ്പോൾ അത് കിട്ടാതിരുന്നതും അതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ സുധീഷ് ആ മേഡത്തിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മേഡം ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ സുധീഷ് ആണെങ്കിൽ അവളെ കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവൾ ഗോൾഡ് മെഡലോട് കൂടി പാസ്സായ കുട്ടിയാണ്, അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു എന്ന പേരിൽ അവൾക്കതൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അപ്പോൾ അവളെ എനിക്ക് സഹായിക്കണം, അവൾ വിചാരിച്ച പോലെ നല്ല നിലയിൽ എത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ മേഡാണെങ്കിൽ പറയുന്നുണ്ട്, ഓ ഞാൻ തീർച്ചയായിട്ടും സഹായിക്കുക, അടുത്ത ട്യൂസ്ഡേ യൂണിവേഴ്സിറ്റിക്ക് വന്നാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി വിചാരിച്ചതുപോലെ നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെ, ഗോൾഡ് മെഡലോട് കൂടി പാസ്സായ കുട്ടിയല്ലേ, അപ്പോൾ അവർ നല്ല നിലയിൽ എത്തട്ടെ, ഞാൻ സഹായിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സുധീഷിന് അതിയായ സന്തോഷം വരികയാണ് കേട്ടോ. ഇത് സുധീഷിനെ സംബന്ധിച്ച് അവന് കിട്ടിയൊരു ചാൻസും കൂടിയാണ്. കാരണം നിധിയുടെ മുന്നിലൊന്ന് ആളാവാൻ, നിധിയെ സംബന്ധിച്ച് അവൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് സുധീഷിൻ്റെ ഭാഗത്തു നിന്നാവുമ്പോൾ അവൾക്ക് കൂടുതൽ സന്തോഷമായിരിക്കും. പ്രത്യേകിച്ച് സുധീഷിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൂടാനും സാധ്യതയുണ്ട് കേട്ടോ, അവൾക്ക് ഇങ്ങനെയൊക്കെ നല്ലതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ. അപ്പം സുധീഷ് അതൊക്കെ ആലോചിച്ചിട്ട് നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ശരിയാവുമെന്ന് നമുക്ക് വിചാരിക്കാം. അതുപോലെ തന്നെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം, അതുപോലെ നമ്മളെ സുധീഷിൻ്റെ ഈ ഒരു ചാൻസ്, ഇതൊക്കെ എന്താവും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കേട്ടോ. സുനന്ദയുടെ കല്യാണത്തിന് മുൻപ് നമ്മളെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടത്തണം എന്നാണ് അനിയന്മാർക്കൊക്കെ വാശി. പക്ഷേ സുഭാഷ് ഏട്ടൻ അങ്ങനെ ഒരു വാശിയൊന്നുമില്ല കേട്ടോ. നിധിക്കാണെങ്കിലും അങ്ങനെയൊന്നുമില്ല. കല്യാണക്കാരി എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തർക്ക് അതിൻ്റെതായ സമയത്ത് നടക്കുന്നതാണ്, അതിലിങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് നിധി പറയുന്നത്. നമ്മളെ സുനന്ദയുടെ കല്യാണമെങ്കിൽ ഇപ്പം അടുത്ത് ശരിയായതാണ്. പക്ഷേ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം ഒരുപാട് കാലമായിട്ട് നോക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ അതിൽ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം സമയത്ത് നമുക്ക് സമയമെടുത്ത് നല്ല രീതിയിൽ നടത്താമെന്നാണ് നിധിയുടെ അഭിപ്രായം കേട്ടോ. പക്ഷെ അനിയന്മാരൊക്കെ ഒരു വാശി പോലെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും എങ്ങനെയൊക്കെ ആയാലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. സുഭാഷ് ഏട്ടൻ്റെ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. കിളിക്കൂട്ടിൽ എല്ലാവരും എന്നും ഉണ്ടാവട്ടെ എന്നൊക്കെ നമുക്ക് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ബൈ.